ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നെ പോലെ മധ്യവയസ്കരായ 40 തുടങ്ങി 40-45 ഏജ് തുടങ്ങിയുള്ള പലർക്കും നേരിടുന്ന ഒരു പ്രശ്നമാണ് സ്കിൻ കെയർ അഥവാ ചർമ്മ സംരക്ഷണം എങ്ങനെ നോക്കണം എന്നുള്ളത്. ചെയ്യേണ്ടത് എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് നോക്കേണ്ടത്, ഇപ്പോൾ രാവിലെ ആയാലും എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിവിടെ ഇന്ന് വിശദമായി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ പരിചയപ്പെടുത്തുന്നതെല്ലാം ഒരുപാട് വിലയുള്ള സാധനങ്ങളല്ല. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫേസ് വാഷ് നമ്മൾ എന്തായാലും രാവിലെ അത് ഉപയോഗിക്കണം. ഇത് മിനിമലിസ്റ്റിൻ്റെ ഫേസ് വാഷാണ്. നമുക്ക് രാവിലെ ഇത് ഉപയോഗിക്കാം. പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓട്സ് ആണ്. മൃദുലമായിട്ടുള്ള സംഭവമാണ്. നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കി വെക്കില്ല, വളരെ സോഫ്റ്റ് ആക്കി. അത് നമുക്ക് അറിയാൻ പറ്റും. അത് പിന്നീട് നമുക്കത് മുഖത്ത് കൈകൊണ്ട് തൊടുമ്പോഴെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ രാവിലെ മുഖം കഴുകണ നേരത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ക്വാണ്ടിറ്റി മതി കേട്ടാ, ഇത്രയും ക്വാണ്ടിറ്റി മതി. ഇതാ ലേശമേ ഉള്ളൂ, കണ്ടല്ലോ. ഇതാ തേക്കുകയാണ്. ഇത് സോഫ്റ്റ് ആണ്. ഇതിൽ ഓട്സ് ആണ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇത് വളരെ മൃദുലമായിട്ടിരിക്കും നമ്മുടെ സ്കിന്നിന്. പക്ഷേ ഇത് വന്ന് ഞാനത് വെള്ളം തുടച്ച് കളയട്ടെ. ഇത് തന്നെ സ്വയം അറിയാൻ പറ്റുന്നുണ്ട്. എൻ്റെ മുഖത്ത് പിടിച്ച് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്, നല്ല മൃദുലമായിട്ടിരിക്കും. അത് നിങ്ങൾക്ക് മിനിമൽസിൻ്റെ ഈ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങളത് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും മുഖത്ത് ആ ഒരു മാറ്റം. ക്ലിയർ ആയിട്ട് എണ്ണയും മെഴുക്കും എല്ലാം പോയി നല്ല വൃത്തിയായിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. നല്ല സോഫ്റ്റ്നെസ്സും ഉണ്ടാവും മുഖത്ത്. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന പൈസക്ക് അനുസരിച്ച് മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് അത് മേടിച്ചാലും അതിന് റിസൾട്ടും കിട്ടണം നമുക്ക്. ഞാനിപ്പോൾ ഇവിടെ കാണിച്ച ഫേസ് വാഷ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും, കാണിക്കാൻ പോകുന്ന സാധനങ്ങൾക്കൊന്നും വലിയ ബഡ്ജറ്റുള്ള സംഭവങ്ങളൊന്നുമല്ല. സാധാരണ നമുക്ക് മേടിക്കാൻ പറ്റുന്ന, നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ച് മേടിക്കാൻ പറ്റുന്ന ഐറ്റംസ്. നമുക്ക് പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏജ് കൂടുന്തോറും നമ്മുടെ സ്കിന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും, ഡ്രൈ ആയിട്ട് വരും, ഒരു ഈർപ്പമില്ലാത്ത പോലെ തോന്നും, നമുക്കത് അറിയാൻ പറ്റും. അപ്പം ഞാൻ ഇനി പരിചയപ്പെടുത്താൻ പോണത് ഹൈലറോണിക് എന്ന ഒരു ഉൽപ്പന്നമാണ്. അത് കൊറിയയുടെ സാധനമല്ലേ, ഒരുപാട് വിലയൊക്കെ കാണില്ല എന്ന് വിചാരിക്കും. ഇല്ല, ഇതിനും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വില തന്നെയാണ്. ഒരു 180 രൂപ ഇതൊക്കെ വരും. കാരണം ആ 180 രൂപക്ക് ഉള്ള സംഭവമുണ്ട്. ഇത് നമ്മുടെ മുഖത്ത് പരട്ടിയാൽ അതിനുള്ള റിസൾട്ട് ഉണ്ട്. ഇത് പരട്ടി കഴിയുമ്പോൾ നല്ല കുറച്ച് വെള്ളമയം ഉള്ളതുപോലെ നമുക്ക് തന്നെ അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിടുമ്പോൾ നമ്മുടെ സ്കിന്നിനൊരു തിളക്കവും കൂടി വരും, നല്ലൊരു തിളക്കം വരും. അതാണ് അത്യാവശ്യം. ഒരു ഏജ് കൂടുന്നതോടെ ഒരു മങ്ങൽ പോലെ നമുക്ക് അനുഭവപ്പെടും. നമ്മളുള്ള എല്ലാ വീട്ടമ്മമാരും കൂടെ ഇത് പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിതെല്ലാം നിങ്ങളെ കാണിക്കുന്നത്. വലിയ വിലകളൊന്നുമില്ല ഇതിന്. ഞാനിത് എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് നിങ്ങളും കൂടി കാണിച്ചു തരാം. കണ്ട, ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണം എല്ലായിടത്തും. അല്പം ഈ കവളിലും കൂടെ ഈ ഭാഗത്തും കൂടെ നമുക്ക് ഇങ്ങനെ ഒരു ഡ്രോപ്പ് ഒഴിച്ചാൽ മതി. ഒരു തുള്ളി ഒഴിച്ചാൽ മതി. അതിങ്ങനെ നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന വിധത്തിൽ കഴുത്തിൻ്റെ ഈ ഭാഗം നമ്മൾ വിട്ടു പോകരുത്, മറന്നു പോകരുത്. നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ആക്കണം. കഴുത്തിൻ്റെ ഈ ഭാഗത്തെല്ലാം വരക്കണം. നിങ്ങൾക്ക് ഇതിലൂടെ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇപ്പം തന്നെ അതിനൊരു സോഫ്റ്റ്നെസ്സും തിളക്കവും കവളത്തൊക്കെ ഉണ്ടാവും, മുഖത്തെല്ലാം. ഓലയുടെ 2 ക്രീമും കൂടെ വാങ്ങിയിട്ടുണ്ട്. നൈക്കി എന്നാണ് മേടിച്ചത്. കാണുന്നുണ്ടാവുമല്ലോ, ഇതാ ഓലയുടെ ക്രീം. ഇത് നൈറ്റ് പുരട്ടുന്നതാണ്, നൈറ്റ് ഇടുന്നതാണ്. ഇത് ഡേ ഇടുന്നതാണ്. നൈറ്റ് ഇടുന്നത് ഞാൻ വേറൊരു ദിവസം കാണിക്കാം. ഇത് ഞാൻ നൈറ്റ് ഇടുന്ന മോയ്സ്ചറൈസ് ക്രീമാണ്. ഇത് ഡേ ഇടുന്ന മോയ്സ്ചറൈസ് ക്രീമാണ്. ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് തുറന്ന് കാണിക്കാം. ഇത് ഞാൻ ഒരു ചെറിയ റേറ്റിൻ്റെയാണ് ഞാൻ മേടിച്ചേക്കുന്നത്.
ഇതിപ്പം ഒരു 200 രൂപയൊക്കെ ആയിട്ടുള്ളൂ. 200 രൂപയൊക്കെ ആയിട്ടുള്ളൂ. ഇതിൻ്റെ വലുതും നെയ്ക്കയിലുണ്ട്. ഞാനിപ്പോൾ ഇത് ചെറുതാണ് മേടിച്ചേക്കണം. പിന്നെ പല സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് അവിടെയൊക്കെ ഉണ്ടാവും. ഇത് വലിയ സൈസ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇത് ചെറുതാണ് മേടിച്ചേക്കുന്നത്. ടിന്നിലുള്ളത് മേടിച്ച് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കത് വർക്ക് ആവുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ടിന്ന് വാങ്ങിക്കാം. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് മുഖത്ത് ഇടുകയാണ്. അത്യാവശ്യം നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പം ഞാനിത് ഇതാ ഇതിൽ നയാസിനമൈഡാണ് ഉള്ളത്. ഇത് നമ്മുടെ മുഖത്തെ റിങ്കിൾസ് എല്ലാം കുറക്കും. പിന്നെ മുഖം നന്നായിട്ട് ഇത് ബ്രൈറ്റ് ആക്കും. നിങ്ങൾക്ക് ഞാനിത് പുരട്ടി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ മാറ്റം അറിയാൻ പറ്റും. ഞാൻ പുരട്ടി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ മുഖത്തെ മാറ്റം അറിയാൻ പറ്റും. ഒരുപാട് വിലയൊന്നും കൊടുത്ത് മേടിക്കുന്ന സംഭവങ്ങളല്ല, എന്നാൽ മേടിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഗുണവും വേണം. അപ്പോൾ എനിക്കിത് പുരട്ടിയപ്പോൾ നല്ല മാറ്റമുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഏജിലുള്ള കുറവും കൂടുതലും ഒക്കെ ആയ വീട്ടമ്മമാർക്ക് ഇത് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ കരുതിയത്. അപ്പം ഞാനിപ്പോൾ മോയ്സ്ചറൈസ് ക്രീം പുരട്ടി. ഇനി അത് കഴിഞ്ഞ് ഞാൻ പുരട്ടാൻ പോകുന്നത് സൺസ്ക്രീമാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെയിലത്തിറങ്ങുമ്പോഴാണ് സൂര്യപ്രകാശം നേരിട്ട് ഇങ്ങനെ കൊള്ളയാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ. അപ്പോൾ നമ്മുടെ ഏജിലുള്ളവർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് പ്രായം തോന്നിക്കുകയും ചെയ്യും, ചുളിവുകൾ വീഴുകയും ചെയ്യും. അപ്പോൾ അതിന് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളൊരു സൺസ്ക്രീമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ കൊറിയൻ്റെ ഒരു സൺസ്ക്രീമാണ്. ഇത് പരട്ടണതുകൊണ്ട് നല്ല ഉപകാരം ഉണ്ടെന്ന് തന്നെ പറയാം, നല്ല മാറ്റവും ഉണ്ടെന്ന് തന്നെ പറയാം. ഇതിൽ അടങ്ങിയിരിക്കുന്നത് അരിയാണ്. വേറെ അങ്ങനെ പ്രശ്നങ്ങളുള്ള സംഭവങ്ങളൊന്നും ഇതിലില്ല. അരിയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് എമൗണ്ട് കൂടുതലാണ്. ഒരു 500 രൂപ വിലയുണ്ട്. പക്ഷേ ഇത് സംഭവം നല്ല സൂപ്പറാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം നമ്മുടെ ഏജിന് എത്ര കുറച്ച് കാണിക്കാൻ പറ്റും അത്ര ഈ സംഭവം കുറച്ച് കാണിക്കുന്നുണ്ടെന്ന് ഉള്ള റിസൾട്ട് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ തുടരാമെന്ന് വിചാരിച്ചത്. ഇതാ കൊറിയൻ്റെ ഐറ്റമാണിത്. കൊറിയൻ്റെ ഈ ഐറ്റം നമുക്ക് 1500 രൂപയാണ്. ബാക്കിയുള്ളതിനൊന്നും അത്രയും വില വരുന്നില്ല. അപ്പോൾ അത്രയും പൈസ എടുക്കാൻ പറ്റിയില്ല, അത്രയും എമൗണ്ട് കയ്യിലില്ല എങ്കിൽ വിഷമിക്കേണ്ട. വേറെ ഇതിനോളം തന്നെ വരുന്ന വേറെ 2 സൺസ്ക്രീമിൻ്റെ പടം ഞാൻ ഇതിൽ കൊടുത്തേക്കാം, വീഡിയോയിൽ കൊടുത്തേക്കാം. അതിന് ഇത്രയും വിലയില്ല, മേടിക്കാം. പക്ഷേ അപ്പോൾ ഞാനിതെങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത്രയും ക്വാണ്ടിറ്റി എടുത്തിട്ട് നമ്മളെല്ലായിടത്തും അപ്ലൈ ചെയ്യാം. കഴുത്തിൻ്റെ അടി വരെ സൺസ്ക്രീമാണിത്. ലാസ്റ്റായിട്ട് നമുക്ക് ചെയ്യേണ്ടുന്ന സൺസ്ക്രീമാണ്. ഇനി ഒന്നും മുഖത്ത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു പ്രത്യേകത അനുഭവപ്പെടും നമ്മുടെ മുഖത്ത്. കാരണം അരിയാണല്ലോ ഇത്. നമ്മൾ പറ്റണം. വെയിൽ കൊള്ളുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്യണം. സൺസ്ക്രീം എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ കാണുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ടെങ്കിൽ കയ്യിൽ ഇപ്പം നമ്മൾ കൈ ക്ലീൻ ആക്കണമല്ലോ. നമുക്കതാ കയ്യിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പരട്ടി തീർക്കാം. 2 കൈയിൻ്റെ. കാരണം കൈയും വെയിൽ കൊള്ളുമല്ലോ. അപ്പോൾ അത് ഒട്ടും ബാലൻസ് കളയണ്ട. വില കൊടുത്ത് മേടിക്കുന്ന സാധനങ്ങളാണ്. നമ്മൾ എന്തിനാണ് വേസ്റ്റ് കഴുകി കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കയ്യിലും കൂടെ പരട്ടാം. ഓക്കെ. ലിപ് ബാം ഇത് നാച്ചുറലാണ്, ബീട്രൂട്ടാണ്. നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടമ്മമാർക്ക് ഇത് ധൈര്യമായിട്ട് പരട്ടാം. ഇതിലുള്ള കളർ എന്താണെന്ന് വെച്ചാൽ ഇത് ബീട്രൂട്ടിൻ്റെ കളറാണ്. വേറെ കെമിക്കൽസ് സംഭവങ്ങളൊന്നുമല്ല.
ഇതിൽ നമ്മൾ ഡെയിലി വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ വീട്ടമ്മമാർ കുറേ പേരുണ്ട്. അപ്പോൾ വീട്ടിൽ ജോലിയൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴും ജോലി ചെയ്യുന്നതിന് മുമ്പൊക്കെ നമുക്ക് ഇത് അല്പം പുരട്ടി നിൽക്കുന്നത് നല്ലതാണ്. മുഖം നല്ല പ്രസാദിച്ച് നിൽക്കും. ചുണ്ടത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം, അതായത് പുരട്ടി കൊടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖം നല്ല പ്രസാദിച്ച് നിൽക്കുകയും ചെയ്യും. മുഖത്ത് അതിൻ്റെതായ ഒരു മാറ്റം ഉണ്ടാകും. നമ്മൾ ടയേർഡായിട്ട് നിൽക്കുന്ന പോലെ ഒന്നും ആർക്കും തോന്നൂല. നമുക്ക് തന്നെ സ്വയം കണ്ണാടി നോക്കുമ്പോൾ അറിയാൻ പറ്റും എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ല എന്ന് നമ്മളെ കാണാൻ എന്നുള്ളത് തോന്നും. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. ഇത് കെമിക്കൽസാ ഒന്നുമല്ല, അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യമുള്ളത് മാത്രം പുരട്ടിയാൽ മതി. വേറെ ലിപ്സ്റ്റിക്ക് ആണോ എന്നൊന്നും ഓർത്ത് നമുക്ക് വ്യാകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതാണ്. ഇത് ചുണ്ടിനെ സോഫ്റ്റ് ആക്കുകയും ചെയ്യും. അപ്പം ഞാനത് എൻ്റെ ചുണ്ടത്ത് ഞാൻ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വളരെ ലൈറ്റായിട്ടാണ് ഇട്ടേക്കുന്നത്. ഞാൻ പുറത്തെവിടെയെങ്കിലും പോകുകയാണെങ്കിൽ ഞാനിത് കുറച്ചും കൂടെ കടുപ്പത്തിൽ കുറച്ചും കൂടെ കൂടുതലിടും. ഇപ്പം ഞാൻ വീട്ടിൽ നിൽക്കുന്നതായതുകൊണ്ട് നമ്മൾ ലൈറ്റായിട്ടാണ്, കാണാൻ പറ്റുമല്ല, ഓവർ കളറും ഇല്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം പുരട്ടിയാൽ മതി. നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ ലൈറ്റായിട്ട് പുരട്ടിയാൽ മതി. എവിടെയെങ്കിലും പുറത്തോട്ടൊക്കെ പോകുമ്പോഴാണെങ്കിൽ നമുക്ക് കുറച്ച്, കാരണം ഇത് കെമിക്കൽസ് ഒന്നുമില്ല, ബീട്രൂട്ടിൻ്റെ ലിക്വിഡാണ്. നമുക്ക് പേടിക്കേണ്ട യാതൊരു സംഭവങ്ങളും. ഇത് പുരട്ടി തുടങ്ങി കഴിഞ്ഞാൽ നമ്മളിത് ഡെയിലി ഇടും. കാരണം നമുക്കതിൻ്റെ മാറ്റം അറിയാൻ പറ്റും. നമ്മൾ തന്നെ സ്വയം കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടല്ല. നമുക്ക് തന്നെ കോൺഫിഡൻസും. ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകാനും പിന്നെ സൺസ്ക്രീം. ഞാനെങ്ങും പോകുന്നില്ലല്ലോ, പുറത്തോട്ടൊന്നും പോകുന്നില്ല. പുറത്തോട്ട് പോയില്ലെങ്കിലും സൂര്യപ്രകാശം ഏതെങ്കിലും ഇടയിൽ കൂടെയൊക്കെ നമ്മുടെ മുഖത്തടിക്കുകയും നമ്മുടെ സ്കിന്നിന് ചുളി വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ സൺസ്ക്രീം ഇടാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തണം. അതിന് പറ്റിയ ഐറ്റം ഞാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്യണം. സ്കിൻ കെയർ സംഭവങ്ങളായിട്ട് ഞാൻ വരുന്നതാണ്. പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനിയും തുടർന്ന് വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. നമ്മൾ സാധാരണ വീട്ടമ്മമാർക്ക് ഉപയോഗിക്കാൻ പറ്റിയതും ഉപകാരപ്രദവുമായ സംഭവങ്ങളുമായിട്ട് ഞാൻ വരുന്നതാണ്.